ലൈഫിലൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുക. ആ ഗോൾ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം? ഇത്രയും കാര്യങ്ങൾ ഒരു 7 സ്റ്റെപ്പിലൂടെ നമ്മൾ കറക്റ്റ് സംസാരിക്കാൻ പോകുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് പറയുന്ന കാര്യങ്ങളല്ല. ഏകദേശം 16 ലക്ഷത്തോളം കോപ്പീസ് വിറ്റുള്ള ബ്രയാൻ ട്രേസി എഴുതിയിട്ടുള്ള ഈറ്റ് ദാറ്റ് ഫ്രോഗ്, മലയാളത്തിൽ ആ തവളയെ തിന്നുള്ള, ശരിയാണ് ബുക്കിൻ്റെ പറയുന്നത്, ബുക്കിൻ്റെ പേര് ഇങ്ങനെ തന്നെയാണ്, ആ തവളയെ തിന്നുന്നത് തന്നെയാണ്. അതായത് ഈ പ്രൊക്കാസ്റ്റിനേഷൻ, ഈ നീട്ടി വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ എന്തായാലും വായിക്കുന്ന ബുക്കാണ്. ഇതിൻ്റെ റിവ്യൂ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു 7 സ്റ്റെപ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ, ഞാൻ ജസ്റ്റ് ഈ ഒരു 7 പറയുന്നതിന് പകരമായിട്ട് ഇത് എൻ്റെ ഒരു റിയൽ ലൈഫിലുള്ള ഒരു ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം കണക്ട് ചെയ്തുകൊണ്ടാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളോട് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിശാൽ എന്നാണ്. മൈൻഡ്, മണി, മാനർ, മൂവ്മെൻറ്റ്, ഈ 4 കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാനൽ സംസാരിക്കുന്നുണ്ടാവാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാനറിനെ പറ്റിയിട്ടാണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ബിഗിൻ. ഓക്കെ, ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗോൾ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പറഞ്ഞത്. സോ നമ്മളെ ഗോൾ എന്ന് പറഞ്ഞത് ഈ ഒരു 2025 കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് 1 lakh എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗോളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ഓൾമോസ്റ്റ് ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്താക്കുക, ഈ ഒരു വീഡിയോ കാണാം. ഓക്കെ, സോ ഞാൻ എൻ്റെ സ്ക്രീനിലേക്ക് കിടക്കുകയാണ്. നിങ്ങളെല്ലാം സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, സോ ഞാനിവിടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുള്ള കാര്യം നോക്കണം. ഡിസൈഡ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട്. എന്താണോ നമുക്ക് വേണ്ടത് അത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കണം. അതായത് ചിലപ്പോൾ കുറേ ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ ഒറ്റയടി ചെയ്യണമെന്നൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി വെക്കാം. എന്താണ് നിങ്ങൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സാധനം, അത് കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ എന്താക്കുക, മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഗോൾ എന്താണെന്ന് നിങ്ങൾ കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ എൻ്റെ ഇവിടുത്തെ ഗോൾ എന്താ, ഗെയിൻ 1 lakh സബ്സ്ക്രൈബേഴ്സ് ഓൺ ടാപ്പ് വിത്ത് NS. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇവിടുത്തെ ഫോക്കസ് നോക്കണം. എൻ്റെ ചാനലിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ആ 1 lakh എത്തിക്കുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് മൈൻഡ്, മാനർ, മണി, മൂവ്മെൻറ്റ്, ഈ 4 കാര്യങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. എൻ്റെ കണ്ടൻറ് പ്ലാൻ എന്ന് പറയുന്നത് 15 ഫുൾ വീഡിയോസും 30 ഷോർട്ട് വീഡിയോസും ഞാൻ ഒരു മന്തിൽ അതിലേക്ക് ഇടും, യൂട്യൂബിലേക്ക് ഇടും എന്നുള്ളതാണ് എൻ്റെ ഗോൾ. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് നമുക്ക് ചെയ്യുന്നത് അത് എക്സാക്ട്ലി കറക്റ്റ് മനസ്സിലാക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഇറ്റ് ഡൗൺ. വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനിന് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. എനിക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വേഗം എഴുതും. ഞാൻ ജസ്റ്റ് മനസ്സിൽ ഇങ്ങനെ തിങ്ക് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ എഴുതും. ഈ എഴുതാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞിട്ട്, ഒരു ദിവസം 60,000 to 70,000 തോട്ട്സാണ് നമ്മൾ മൈൻഡിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിന്ന് നമുക്ക് ഏറ്റവും ബെസ്റ്റായത് തോന്നുന്നത് മാത്രം നമ്മൾ ഈ മൈൻഡിൽ നിന്ന് എടുത്ത് എഴുതുകയുള്ളൂ. സോ നമ്മളെ ഐഡിയ അല്ലെങ്കിൽ നമ്മളെ ഗോൾ നമ്മൾ കറക്റ്റ് എഴുതുന്ന സമയത്ത് അതിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പോയിട്ട് ഏറ്റവും ബെസ്റ്റ് മാത്രം നമ്മൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ. സോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിയോ, ഐ വിൽ ഗ്രോ മൈ യൂട്യൂബ് ചാനൽ പാപ്പ് വിത്ത് NS to 1 lakh സബ്സ്ക്രൈബേഴ്സ് ബൈ കൺസിസ്റ്റൻ്റ്ലി ക്രിയേറ്റിംഗ് ഹൈ വാല്യൂ കണ്ടന്റ്, ഒപ്റ്റിമൈസിങ് മൈ വീഡിയോസ് ഫോർ റീച്ച് ആൻഡ് എൻഗേജിങ് വിത്ത് മൈ ഓഡിയൻസ്. ഐ വിൽ അപ്ലോഡ് 15 ലോങ് വീഡിയോസ് ആൻഡ് 30 റീൽസ് എവറി മന്ത് ടു മാക്സിമൈസ് മൈ ഗ്രോത്ത്. അതായത് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അത് കറക്റ്റ് ഞാൻ സ്പെസിഫിക് ആയിട്ട് എന്താക്കിയിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് എ ഡെഡ് ലൈൻ. അതായത് എന്താണോ നമ്മൾ ആ ഗോളിന് നമ്മൾ കൊടുത്ത ഡെഡ് ലൈൻ അത് കറക്റ്റ് മനസ്സിലാക്കുക. അതായത് ഞാനിപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്, ഒരു വർഷം കൊണ്ട് ഞാൻ അത് തീർക്കുമെന്ന് പറഞ്ഞു. സോ എൻ്റെ ഡെഡ് ലൈൻ എത്രയാണ്, 2025 December 31st ആണ് ഡെഡ് ലൈൻ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വർഷത്തെ ഡെഡ് ലൈൻ്റെ ആവശ്യമില്ല, ചിലപ്പോൾ ഒരു മന്തിലേക്കുള്ള സംഭവങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഡ് ലൈൻ കാണാം. സോ എന്താണോ നമ്മളെ ഡെഡ് ലൈൻ അത് കറക്റ്റ് നമ്മൾ എന്താക്കാം, റൈറ്റ് ഡൗൺ ചെയ്യുക. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ഡെഡ് ലൈൻ എന്ന് പറഞ്ഞത് December 31st 2025 ആണ് ഡെഡ് ലൈൻ വരുന്നത്. അതിൽ ഞാൻ കുറച്ച് മൈൽ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിർബന്ധമില്ല, കാരണം എൻ്റെ വലിയൊരു ലോങ് പീരീഡിലേക്കുള്ള അതിനെക്കൂടെയാണ് മൈൽ സ്റ്റോൺസ് കൊടുത്തിട്ടുള്ളത്. അതായത് April 25 ആകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എന്താക്കും, ഞാൻ ഒരു 20K സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യും. ജൂലൈ ആകുമ്പോഴത്തേക്കും 40K, സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും 70K, ഡിസംബർ ആകുമ്പോഴത്തേക്കും 1 lakh എത്തിക്കും. അതായത് ഡിസംബർ കഴിയുമ്പോഴത്തേക്കും 1 lakh എത്തിക്കുന്നതാണ് എൻ്റെ ഒരു മൈൽ സ്റ്റോൺസ് അതിനെ കൊടുത്തത്. ഇത് സ്പെസിഫിക് ആയിട്ട് ഇതാവണമെന്നില്ല, പക്ഷെ നമ്മളെപ്പോഴും അൾട്ടിമേറ്റ് നോക്കേണ്ടത് നമ്മളെ ആ ഡെഡ് ലൈൻ ഉണ്ടല്ലോ, അത് നമ്മളെപ്പോഴും എന്താ ചെയ്യണം, മനസ്സിൽ ഉറപ്പിച്ചോളണം. ഓക്കെ, ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മേക്ക് എ ലിസ്റ്റ് എവറിത്തിങ് യു നീഡ് ടു ഡു. അതായത് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അത് മൊത്തം റൈറ്റ് ഡൗൺ ചെയ്യാം. അതായത് എന്തൊക്കെ നിങ്ങൾ ആ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യണോ അത് മൊത്തം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അപ്പോൾ നോക്കടാ, ഇവിടെ ഞാൻ എന്തൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്, അതായത് എൻ്റെ ആവശ്യം എന്താ, 1 lakh സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാന്നുള്ളത്. സോ ഫസ്റ്റത്തെ ഞാൻ ഇവിടെ എന്താ, റിസർച്ച് ട്രെൻഡിങ് ടോപ്പിക്സ് ഇൻ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്, ഫിനാൻസ് ആൻഡ് ഫിറ്റ്നസ്. എൻ്റെ 4 നീഷിലേക്കുള്ള കണ്ടൻസ് ഞാൻ എന്താക്കുക, റിസർച്ച് ചെയ്യുക. രണ്ടാമത്തെ പ്ലാൻ കണ്ടൻസ് ഫോർ 15 ലോങ് വീഡിയോസ് പ്ലസ് 30 റീൽസ് പെർ മന്ത്. ഒരു മാസത്തേക്കുള്ളത് കറക്റ്റ് ഞാൻ എന്താക്കണം, ഏതൊക്കെ വീഡിയോസാണ് വേണ്ടി എന്നുള്ളത് കറക്റ്റ് എന്താക്കണം, മനസ്സിലാക്കി വെക്കണം. ഒപ്റ്റിമൈസ് ടൈറ്റിൽ, തംബ്നെയിൽ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. അതായത് SEOയിൽ പെട്ടെന്നാണ് നമ്മൾ തംബ്നെയിലും ഡിസ്ക്രിപ്ഷനും ടൈറ്റിലൊക്കെ എന്ത് കൊടുക്കണം എന്നുള്ളത് കറക്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത എൻഗേജ് വിത്ത് കമൻറ്റ്സ് ആൻഡ് ക്രിയേറ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ്. അതായത് എൻഗേജ്മെൻറ്റ് കൂട്ടുക, നിങ്ങൾ തരുന്ന കമൻറ്റ്സിനൊക്കെ നമ്മൾ എന്താക്കുക, റീപ്ലൈ ചെയ്യുക. അതായത്
ഒരു ചാനൽ ഗ്രോ ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ താഴത്ത് ഉണ്ടാക്കുക, ഒന്ന് പോയിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ പ്രൊമോട്ട് വീഡിയോസ് വിത്ത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്. അതായത് ഞാൻ എന്തൊക്കെ ഈ ഒരു സംഭവം നേടിയെടുക്കാൻ വേണ്ടി, ഈ ഒരു ഗോൾ നേടിയെടുക്കാൻ വേണ്ടി ചെയ്യണോ അത് മൊത്തം ഞാനിവിടെ എന്താക്കിയിട്ടുണ്ട്, ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്ത് 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഗോൾ, അതായത് ഓർഗനൈസ് യുവർ ലിസ്റ്റ് ഇൻ ടു പ്ലാൻ. നമ്മളിവിടെ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങളില്ലേ, ഇത് നമ്മൾ കറക്റ്റ് എന്താക്കണം, ഓർഗനൈസ് ചെയ്തിട്ട് ഒരു പ്ലാൻ ആക്കി മാറ്റണം. അതായത് ഇതെങ്ങനെ ചെയ്യാം, അതായത് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തത് ഒന്നുകൂടി ഞാൻ ജസ്റ്റ് റിവൈസ് ചെയ്യുക. ഫസ്റ്റ് എന്താണ് നമ്മളെ ഗോൾ എന്നുള്ളത് കറക്റ്റ് നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ എന്താ, അത് നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്തല്ലേ, അത് നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്ത്. മൂന്നാമത്തെ എന്ത് ചെയ്ത് അതിനൊരു ഡെഡ് ലൈൻ കൊടുത്ത്. നാലാമത്തെ എന്ത് ചെയ്തത് ആ ഗോൾ നേടിയെടുക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ അത് മൊത്തം നമ്മൾ എന്താക്കി ലിസ്റ്റ് ഔട്ട് ചെയ്ത്. അഞ്ചാമത്തെ എന്ത് ചെയ്തത് ആ ലിസ്റ്റ് ഔട്ട് ചെയ്ത സാധനങ്ങൾ കറക്റ്റ് നമ്മൾ എന്താക്കണം, ഒരു പ്ലാൻ ആക്കി മാറ്റണം. ഇവിടെ ഇപ്പം നമ്മൾ ഗോൾ എന്താ, 1 lakh സബ്സ്ക്രൈബേഴ്സ് 1 ഇയറിനോട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ഇയർ എൻഡ് ചെയ്യുമ്പോൾ ചെയ്യണം എന്നുള്ളതാണ്. സോ ഇതിൻ്റെ പ്ലാൻ എന്താണ്, മന്ത്ലി കണ്ടൻറ് പ്ലാൻ എന്ന് പറയുന്നത് വീക്ക് 1 to 4, അതായത് 1 മുതൽ 4 മാസത്തിലുള്ള 4 ആഴ്ചകളിൽ 4 ലോങ് ഫോം വീഡിയോസും 8 റീലും പെർ വീക്ക് മിനിമം. ഓക്കെ, ഡെയിലി എൻഗേജിങ്, ഡെയിലി എന്താക്കുക, അതിൽ നമുക്ക് വരുന്ന കമൻസും കാര്യങ്ങളൊക്കെ എന്താക്കുക, ഞാൻ റീപ്ലേസ് കൊടുക്കുക, ഇൻസ്റ്റാഗ്രാമിൽ കാര്യങ്ങൾ സ്റ്റോറി ഇടുക, അത്രയും കാര്യങ്ങൾ എന്താക്കണം ആ ഒരു മന്ത് ചെയ്യണം. പിന്നെ ഞാൻ താഴത്ത് ഓരോ ദിവസങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തൊക്കെയായിരിക്കും ഓരോ ദിവസം ചെയ്യാന്നുള്ളത് കറക്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കാം. നമ്മുടെ ഗോൾ എന്താണോ ആ ഗോളിലേക്ക് നമുക്ക് വീണ്ടും കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഈ സാധനങ്ങൾ നമ്മൾ എന്താക്കുക, സ്പെസിഫിക് ആയിട്ട് ഓരോന്നും എന്താക്കുക, സെറ്റാക്കി വെക്കാം. ഇതാണ് എന്ത് പ്ലാനിങ് എന്ന് പറയുന്നത്. അടുത്ത സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടേക്ക് ആക്ഷൻ ഇമ്മീഡിയറ്റ്ലി. അതായത് ഗോളൊക്കെ സെറ്റാക്കി, എന്ത് ചെയ്യണം, ഏതെങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ സെറ്റാക്കി, പ്ലാനൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് ടൈം ആവട്ടെ എന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു പേരുണ്ടല്ലോ, അതൊരിക്കലും ചെയ്യാൻ നിൽക്കരുത്. ആക്ഷൻ എടുത്തു തുടങ്ങാം. അതായത് കറക്റ്റ് നമ്മൾ എന്താക്കിക്കോളാം, ആക്ഷൻ എടുത്തോളാം. സ്റ്റാർട്ട് നൗ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എനിക്ക് എന്താണ് ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക് ഉള്ളത് ആ ടോപ്പിക് എടുക്കുക, വീഡിയോ റെക്കോർഡ് ചെയ്യുക, വേഗം എന്താക്കുക, തമിഴ് ഡിസ്ക്രിപ്ഷൻ സെറ്റാക്കുക, വേഗം എന്താക്കുക, അപ്ലോഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ എന്താക്കുക ഞാൻ പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണ്. അതായത് ലേറ്റ് ആക്കരുത്. ഇത് നോക്കി ചെയ്യുന്നുള്ളൊരു സംഭവം നമുക്ക് കൊണ്ടുവരാനേ പാടില്ല. അത് പെട്ടെന്ന് തന്നെ എന്താക്കിക്കോളാം, നമ്മൾ ചെയ്തോളാം. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വേണമെങ്കിൽ ഞാൻ അവിടെ ഫുള്ളായി വലുതായിട്ട് എഴുതിയിട്ടുണ്ട്. റിസോൾവ് ടു ഡു സംതിങ് എവറി ഡേ ദാറ്റ് മൂവ്സ് യു ടുവേർഡ്സ് യു ഗോൾ. അതായത് നമ്മളെ ഗോളിലേക്ക് നമ്മളെ മൂവ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡെയിലി നമ്മൾ ചെയ്യണം. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം 1 lakh സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു 4 കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ എന്താ, വാച്ച് 1 സക്സസ്ഫുൾ യൂട്യൂബേഴ്സ് ഇൻ മൈ നീഷ്. അതായത് എൻ്റെ നീഷിൽ, എൻ്റെ നീഷ് എന്ന് പറയുന്നത് എൻ്റെ കണ്ടൻറ് ടോപ്പിക് ഉണ്ടല്ലോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എപ്പോഴും ഇതിൽ എക്സ്പെർട്ടായിട്ട് ഇതിൽ വർഷങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ വീഡിയോസ് കണ്ടിട്ട് അവരുടെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ എന്താക്കുക, മനസ്സിലാക്കുക. പിന്നെ ഡെയിലി എന്താക്കുക, നമ്മളെ കമൻറ്റ് ബോക്സിൽ നമ്മൾ റീപ്ലേസ് കൊടുക്കുക. പിന്നെ ഞാൻ എൻ്റെ റീൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ ഡെയിലി എഴുതുക. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്താക്കുക, നമ്മൾ വീഡിയോസ് കറക്റ്റ് അപ്ലോഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എന്താക്കേണ്ടത്, ഞാൻ ഓരോ ദിവസം ചെയ്യേണ്ടത്. കാരണം എൻ്റെ ആ ഗോളിലേക്ക് എന്നെ മൂവ് ചെയ്യുന്ന കാര്യങ്ങളാണോ, അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് എന്താക്കുക ചെയ്തുകൊടുക്കുക. ഇങ്ങനെ നിങ്ങളെ ഗോൾ എന്താണോ ആ ഗോളിനെ 7 സ്റ്റെപ്പുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് എന്താക്കാൻ പറ്റും, ആ ഗോൾ ഒരു മടിയിലാണ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തിലേക്ക് എത്താം, നമുക്ക് 6 പാക്ക് വരണം, അതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഒരു 6 പാക്ക് വരണം, അല്ലെങ്കിൽ ബോഡി സെറ്റ് ആക്കുന്നതിന് വെച്ചിട്ട് നമുക്ക് എന്താക്കുക, ഒരു സാധനം ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ, ഡിസൈഡ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട്. എന്താണോ നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു 6 മന്തിനെ കൊണ്ട് നല്ലൊരു കിടിലം ബോഡി സെറ്റ് ആക്കണം എന്നുള്ളതാണ് ഒരു ഗോളും സെറ്റാക്കി നേരിച്ചു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഗോൾ സെറ്റാക്കി. രണ്ടാമത്തെ റൈറ്റ് ഇറ്റ് ഡൗൺ. എന്താണോ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് നേടേണ്ടത് അത് കറക്റ്റ് എന്താക്കുക, എഴുതി വെക്കുക. അതായത് ഞാൻ എൻ്റെ ബോഡി അടുത്ത 6 മാസത്തിനുള്ളിൽ ഇങ്ങനെ സെറ്റാക്കി എടുക്കും, ഇതിനു വേണ്ടി ഞാൻ ഡെയിലി ഇത്ര മണിക്കൂർ വർക്കൗട്ട് ചെയ്യും, ഈ കാര്യങ്ങൾ എന്താക്കുക, എഴുതി വെക്കുക. രണ്ടാമത്തെ. മൂന്നാം സ്റ്റെപ്പ് എന്താ, ഡെഡ് ലൈൻ. അതായത് എന്നാണോ നിങ്ങൾ ഏത് ഡേറ്റിലാണോ നിങ്ങളത് എത്തിപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു 6 മന്തുകളുടെ ഡേറ്റ് ഉണ്ടല്ലോ, ആ ഡെഡ് ലൈൻ, ആ ഡേറ്റ് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് എന്താക്കുക, എഴുതി അല്ലെങ്കിൽ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. നാലാമത്, മേക്ക് എ ലിസ്റ്റ് ഫോർ എവറിത്തിങ് യു നീഡ് ടു ഡു. ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണോ അത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ജിമ്മിൽ ചേരണം, ജിമ്മിൽ നല്ല ട്രെയിനറിനെ കണ്ടെത്തണം, നമുക്ക് എന്തൊക്കെ പ്രോട്ടീൻ ഫുഡ് കാര്യങ്ങൾ കഴിക്കണം, ഇങ്ങനെയുള്ള കറക്റ്റ് എന്തൊക്കെ ആ ബോഡി ട്രാൻസ്ഫോം ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അത് മൊത്തം എന്താക്കുക, ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അഞ്ചാമത്തെ, ഓർഗനൈസ് ചെയ്യുക. ഓർഗനൈസ് ചെയ്യുന്ന ഈ ലിസ്റ്റ് ഔട്ട് ചെയ്ത സാധനങ്ങൾ കറക്റ്റ് 6 മാസത്തേക്ക് ഓർഗനൈസ് ചെയ്യണം. അതായത് ഡെയിലി ഞാൻ രാവിലെ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ ജിമ്മിന് പോകും, അത് കഴിഞ്ഞിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഞാൻ ഫുഡ് ഇങ്ങനെ രീതിയിൽ കഴിക്കും, ഇത്ര ഡെയിലി ഞാൻ പ്രോട്ടീൻ ഇത്ര അളവിലാണ് കഴിക്കുക, എത്ര കാർബോണ് കഴിക്കുക. ആ ഒരു ലെവലിൽ നിങ്ങൾ എന്താക്കുക, കറക്റ്റ് പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് ടേക്ക് ആക്ഷൻ. ഓർഗനൈസ് ചെയ്ത് സെറ്റാക്കിയിട്ട് ജിമ്മിൽ പോകണമെങ്കിൽ വീട്ടിൽ കുത്തിരിക്കല്ലേ വേണ്ടത്, കറക്റ്റ് ജിമ്മിന് പോയിട്ട് എന്താക്കുക, വർക്കൗട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഏഴാമത്തെ എന്താക്കുക, ആ ഗോളിലേക്ക് എത്താൻ വേണ്ടി ഡെയിലി നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു ജിമ്മിന് പോകുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ
വേണമെങ്കിൽ ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോ എടുത്തേക്കാം. ഓരോ ദിവസം നിങ്ങളെ ചേഞ്ച് കാണാൻ വേണ്ടി ഒരു ഫോട്ടോ എടുത്തേക്കാം. ഇതൊക്കെ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ സെറ്റാക്കാം. സോ ഈ രീതിയിൽ വേണം നമ്മൾ എന്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഗോൾ സെറ്റാക്കാനും ആ സെറ്റാക്കിയ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ 7 സ്റ്റെപ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്തൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യാൻ പോകുന്ന ഗോൾ എന്താണെന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഇപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്ത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോന് വേണ്ടി കാണാതെ വരെ ബൈ.